നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. ദേശീയ സംസ്ഥാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ചെർപ്പളശ്ശേരി സർക്കാർ ആശുപത്രി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിനും തടസ്സം. ജീവനക്കാരുടെ ശമ്പള ബില്ലെഴുതുന്നത് പുറത്തുനിന്നും ആളെ വെച്ച്. പട്ടാമ്പിയിൽ ട്രാഫിക് സബ് കമ്മിറ്റി എടുത്ത പല തീരുമാനങ്ങളും നടപ്പായില്ല. ബസ് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചില്ല. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുമായില്ല. ഇനി സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടവും. പെരിന്തൽമണ്ണയിൽ പദ്ധതി ശില്പശാല നടന്നു. വിദ്യാർത്ഥികളെ ജൈവകൃഷിയുടെ പാഠങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ടി.എ. അഹമ്മദ് കബീർ എം.എൽ.എ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയെയും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് കൂടിയാണ് ഇത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പൊന്യാകുർശി വരെ 3 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് പെരിന്തൽമണ്ണയിലെ രണ്ടാം ഘട്ട ബൈപ്പാസ് റോഡ്. 2010 ഫെബ്രുവരി 22-ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി. ജെ. ജോസഫ് ശിലാസ്ഥാപനം നടത്തിയതിനെ തുടർന്നാണ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. 1 വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു റോഡിന്റെ നിർമ്മാണം. തോടുകൾക്ക് കുറുകെ പാലങ്ങളുടെയും നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് കലുങ്കുകളുടെയും റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർശ്വഭിത്തിയുടെ നിർമ്മാണവും പൂർത്തിയായെങ്കിലും ടാറിംഗ് ജോലികൾ വൈകുകയായിരുന്നു. ടാറിംഗിന് മുമ്പുള്ള പ്രതലം ബലപ്പെടുത്തുന്ന പ്രവൃത്തിയും പൂർത്തിയായിരുന്നു. എന്നാൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് മഴക്കാലമായതോടെ തകർച്ചയുടെ വക്കിലാണ്. റോഡിൽ വൻ കുഴികൾ തന്നെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ മൊത്തം 10 കോടി രൂപയാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് കണക്കാക്കിയിരിക്കുന്നത്. മൊത്തം 24 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. BMVC സാങ്കേതിക വിദ്യയിലാണ് റോഡിന്റെ നിർമ്മാണം. കാലവർഷം കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഓഫീസ് പ്രവർത്തനം അനിശ്ചിതത്വത്തിലായി. നിരവധി ആളുകളാണ് വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി ദിവസേന ഇവിടെ എത്തുന്നത്. ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും ഇതുമൂലം തടസ്സപ്പെട്ടു. 2 മാസം മുൻപാണ് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഓഫീസ് ക്ലർക്കിനെ സ്ഥലം മാറ്റിയത്. ഇതുമൂലം ഓഫീസിന്റെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. ചെർപ്പളശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ആളുകളാണ് ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത്. ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് സമയബന്ധിതമായി ലഭിക്കുന്നില്ല. ഇത് വിദേശത്ത് പോകേണ്ടവരെയും ഉപരിപഠനത്തിന് പോകേണ്ടവരെയുമാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പള ബിൽ എഴുതുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. പുറമെ നിന്നുള്ള ആളുകൾ വന്നാണ് ശമ്പള ബിൽ എഴുതുന്നത്. ഇത് സർക്കാർ ചട്ടങ്ങളുടെ ലംഘനമാണ്. ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ കാര്യത്തിലും അനിശ്ചിതത്വത്തിലാണ്. വളരെ കുറഞ്ഞ തുകയുള്ള ഓണറേറിയം കൂടി ഉത്സവ സീസണുകളിൽ ലഭിക്കാതിരിക്കുമോ എന്ന ആശങ്കയിലാണ് ആശാവർക്കർമാർ. ഗ്രാമപഞ്ചായത്ത് ആശ്രയ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ മരുന്ന് വിതരണവും താളം തെറ്റിയിരിക്കുകയാണ്. മരുന്നുകൾക്ക് മെഡിക്കൽ ഓഫീസർക്കാണ് ഗ്രാമപഞ്ചായത്ത് തുക കൈമാറുക. പിന്നീടാണ് ഓരോരുത്തർക്കും ആവശ്യമായ മരുന്നുകൾക്ക് വേണ്ട തുക നീതി മെഡിക്കൽ സ്റ്റോറിന് കൈമാറുന്നത്. ഇതും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ഓഫീസ് ജോലി കൂടി ചെയ്യേണ്ട അവസ്ഥയാണ് മെഡിക്കൽ ഓഫീസർക്കുണ്ടായിരുന്നത്. ജോലിഭാരം കൂടിയത് കാരണം ഇദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു. ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർക്കെതിരെ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകുമെന്ന് ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുരേഷ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ചെർപ്പളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും നിരവധി തവണ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതിയായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി തവണ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 മാസമായി യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിന്റെ വകുപ്പ് മന്ത്രിക്കും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഉടൻ തന്നെ ഇത്തരം പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷേപം സമർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 5 ഡോക്ടർമാരുള്ളിടത്ത് 4 പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് ഓഫീസിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥയുമുള്ളത്. കേരളത്തിലാകെ ആരോഗ്യമേഖലയിലെ ശുചിത്വത്തെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും ചർച്ചകളും വാർത്തകളും വരുന്ന സാഹചര്യത്തിലാണ് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഈ ഗതികേട്. പട്ടാമ്പിയിൽ ട്രാഫിക് സബ് കമ്മിറ്റി എടുത്ത പല തീരുമാനങ്ങളും നടപ്പായില്ല. ടൗണിൽ ബസ് വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. നഗരത്തിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതും പ്രാബല്യത്തിൽ വന്നില്ല. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് പട്ടാമ്പിയിൽ ട്രാഫിക് സബ് കമ്മിറ്റി യോഗം ചേർന്ന് അടിയന്തര തീരുമാനങ്ങൾ എടുത്തത്.
നഗരത്തിൽ ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുക, സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു പ്രധാന തീരുമാനങ്ങൾ. നഗരത്തിൽ പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് ഗതാഗത നിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ട്. നഗരത്തിൽ മാത്രം 30ഓളം മുന്നറിയിപ്പ് ബോർഡുകൾ വേണ്ടിടത്ത് PWD അനുവദിച്ചത് 10 എണ്ണം മാത്രമാണ്. മേലെ പട്ടാമ്പി ജംഗ്ഷനിലും ഗുരുവായൂർ റോഡ് ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിനാൽ പകൽ സമയത്ത് മുഴുവനായും പോലീസുകാരെ നിയോഗിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം അടിയന്തരമായി പണിയുമെന്നായിരുന്നു യോഗത്തിലെ മറ്റൊരു തീരുമാനം. എന്നാൽ ഇപ്പോഴും യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് മഴയും വെയിലും കൊണ്ടാണ്. അതേസമയം പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ഇടപെടലിലൂടെ നഗരത്തിലെ അനധികൃത പാർക്കിംഗ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ട്രാഫിക് വിഭാഗത്തിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം. 29 പേർ വേണ്ടിടത്ത് 13 പോലീസുകാർ മാത്രമാണ് ഉള്ളത്. 4 ഹോംഗാർഡുകളുടെ സഹായമാണ് ഇവർക്കുള്ള ആശ്വാസം. വിദ്യാർത്ഥികളെ ജൈവകൃഷിയുടെ പാഠങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ടി എ അഹമ്മദ് കബീർ MLA അഭിപ്രായപ്പെട്ടു. പെരിന്തൽമണ്ണ വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കൃഷി ക്ലബ്ബ് അധ്യാപകർക്ക് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കി വിദ്യാലയങ്ങൾ മാതൃകയാകണമെന്നും ടി എ അഹമ്മദ് കബീർ MLA പറഞ്ഞു. പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമ്മൾ സാർവത്രികമായ റോഡുകളിൽ കളിസ്ഥലമൊഴി ഒരിക്കലും കളിസ്ഥലമൊഴി വീട്ടിക്കരുത്. നമ്മുടെ മക്കൾ നന്നായി ഓടണം, നമ്മുടെ മക്കൾ നന്നായി കളിക്കണം. പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളുടെ കായിക ശേഷി വർദ്ധിച്ചാൽ മാത്രമേ അവരുടെ മാനസിക ശേഷി വളരുകയുള്ളൂ. കളിസ്ഥലങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സ്കൂളുകൾ ലഭ്യമായ പ്രദേശങ്ങളെല്ലാം പച്ചക്കറി കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഈ ജൈവ കൃഷിയുടെ പാഠങ്ങളിലേക്ക് കൊണ്ടുവരാൻ അതൊരു പാഠഭേദമാണ്. ആ പാഠഭാഗം ഒരു പുതുവഴിയായി നമ്മൾ ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. പല പുതുവഴികളും പിന്നെ പൊതുവഴികളായി മാറുന്നതാണ് ചരിത്രം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പുതുവഴി ഈ ചെറുപ്പക്കാരുടെയും നമ്മുടെ നാളത്തെ തലമുറയുടെ പൊതുവഴിയാക്കി പരിവർത്തിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവരാനുള്ള മഹത്തായ ഒരു ദേശീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുള്ള ഈ ചെറിയ സന്ദർഭത്തെ കാണുന്നത്. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വളപ്പിൽ പുത്തൂർ VPAM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂന്തോട്ടം ടി എ അഹമ്മദ് കബീർ MLA ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ മികച്ച കൃഷി സ്കൂളിനുള്ള പുരസ്കാരം എരവിമംഗലം AM UP സ്കൂളിന് MLA സമ്മാനിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് പച്ചക്കറി വിത്തിനങ്ങളും MLA വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിര, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KE ഹംസ ഹാജി, മുനിസിപ്പൽ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷി അനിൽ രാജ്, പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, ഉപജില്ലാ സ്കൂൾ മാനേജ് ഫോറം സെക്രട്ടറി M മുഹമ്മദ് ശംസുദ്ദീൻ, ഉപജില്ലാ PTA ഫോറം സെക്രട്ടറി M മുസ്തഫ, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി AK അച്യുതൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പഠന ക്ലാസും നടന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പച്ചക്കറി, മത്സ്യ, മാംസ കച്ചവട കേന്ദ്രം ഉൾപ്പെടുന്ന മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 50ഓളം മുറികളും ക്വാർട്ടേഴ്സുകളും കെട്ടിടത്തിലുണ്ട്. സംസ്ഥാന പാതയ്ക്കരികിൽ മായന്നൂർ പാലത്തിനരികിലുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്ത മാസം നടക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനാണ് നഗരസഭാ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഒറ്റപ്പാലം ടൗണിലെ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒപ്പം ടൗണിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കാനുമാകും. KICB ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. നിലവിലെ മാർക്കറ്റ് വൃത്തിഹീനവും സൗകര്യക്കുറവും ഉള്ളതുമാണ്. ചെത്തല്ലൂരിൽ SDPI ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. SDPI പ്രവർത്തകരെ അസഭ്യം പറഞ്ഞു എന്നാരോപിച്ചാണ് ചെത്തല്ലൂർ SDPI ഹർത്താൽ നടത്തിയത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഷൊർണൂർ DYSP K ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും ചെത്തല്ലൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. ചെത്തല്ലൂരിൽ BJPയുടെയും SDPയുടെയും നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി വഴിതടയൽ ഹർത്താൽ സമരങ്ങൾ നടന്നു. ബോർഡുകൾ നശിപ്പിച്ചതിന്റെ പേരിലാണ് BJP കഴിഞ്ഞ ദിവസം വഴിതടയൽ നടത്തിയത്. അതേസമയം SDP പ്രവർത്തകരെ അസഭ്യം പറഞ്ഞു എന്നാരോപിച്ചാണ് SDPI വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ചെത്തല്ലൂർ ബാങ്ക് ജംഗ്ഷൻ മുതൽ മുറിയങ്ങണ്ണി പാലം വരെയാണ് SDPI ഹർത്താൽ നടത്തിയത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു.
സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സംഘം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി KM ആന്റണി, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ ദേവസ്യ, മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ A ദീപക് കുമാർ, നാട്ടുകൽ സബ് ഇൻസ്പെക്ടർ വിനയൻ, സെയ്തുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. മുൻപും ചെത്തല്ലൂർ മേഖലയിൽ BJP SDPI സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നതാണ് വൻ പോലീസ് സന്നാഹത്തെ നിലയുറപ്പിക്കാൻ കാരണം. സ്റ്റുഡിയോകൾക്കുള്ള വൈദ്യുത നിരക്ക് 7A താരിഫിൽ നിന്നും കുറയ്ക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ രായരനെല്ലൂർ മല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 15-ന് മലയിൽ ഗ്രൂപ്പ് ഫോക്കസിംഗ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈദ്യുത നിരക്ക് വർധന സ്റ്റുഡിയോകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണെന്നും നിരക്ക് 7A താരിഫിൽ നിന്നും കുറയ്ക്കണമെന്നും ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സർക്കാർ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഫോട്ടോഗ്രാഫി അനധികൃതമായി ചെയ്യുന്നത് സംബന്ധിച്ച് AKPA സർക്കാരിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് തടഞ്ഞുകൊണ്ട് ഉത്തരവായതായും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ പ്രാവശ്യവും SSLC പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ പ്രശ്നം വരുമ്പോൾ പല സ്കൂളുകളിലും, എല്ലാ സ്കൂളുകളിലും ഒന്നിച്ച് പറയുന്നില്ല, പല സ്കൂളുകളിലും അത് സ്കൂളിൽ വെച്ച് തന്നെ IT അധ്യാപകരോ അതല്ലെങ്കിൽ വളരെ സ്കൂളുകളിലെ ക്യാമറകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തിയിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനെതിരെ വർഷങ്ങളായിട്ട് നമ്മൾ എതിർക്കലും സമരപരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തലത്തിലൊരു ഓർഡർ ഇപ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അതിൻ്റെ ഈ സർക്കുലർ ഗവൺമെൻറ് തലത്തിൽ തന്നെ എല്ലാ സ്കൂളുകളിലേക്കും എത്തിച്ചിട്ടുണ്ട്. എന്നാലും സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ നേടിയിട്ടുള്ളൊരു വിജയം എന്നുള്ള രീതിയിൽ അത് നമ്മൾ എല്ലാ സ്കൂളുകളും അതാത് സ്കൂളിൻ്റെ പ്രദേശത്തുള്ള സ്റ്റുഡിയോകൾ അവിടെ എത്തിക്കാനുള്ള ഒരു തീരുമാനം മെയിനായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ സ്റ്റുഡിയോയിൽ തന്നെയാണ് 100% പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 7A താരിഫ് എന്ന് മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. ചരിത്രപ്രസിദ്ധമായ രായരനെല്ലൂർ മല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 15-ന് മലയിൽ ഫോട്ടോഗ്രാഫർമാർ ഗ്രൂപ്പ് ഫോക്കസിംഗ് നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. AKPA ജില്ലാ സെക്രട്ടറി ഗിരീഷ്, മേഖലാ സെക്രട്ടറി സുഭാഷ്, സുനിൽ കീഴായൂർ, P സോമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി ഉപജില്ല വാർത്താ വായനാ മത്സരം ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും വ്യാഴാഴ്ച സ്കൂളിൽ നടന്നു. ചെർപ്പുളശ്ശേരി ഉപജില്ലയിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ തലത്തിൽ 8 സ്കൂളുകളിൽ നിന്നായി 16 വിദ്യാർത്ഥികളും UP തലത്തിൽ 9 സ്കൂളുകളിൽ നിന്നായി 9 വിദ്യാർത്ഥികളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഹൈസ്കൂൾ തലത്തിൽ പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രേഷ്മ PM ഒന്നാം സ്ഥാനം നേടി. ഇതേ വിദ്യാലയത്തിലെ തന്നെ KR ആതിര, കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ N രേഷ്മ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. UP തലത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ KB ഉമ ഒന്നാം സ്ഥാനവും, പുലാപ്പറ്റ CUP സ്കൂളിലെ CR പുണ്യ, കാട്ടുകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KV വിജിഷ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ തലത്തിലെ വിജയികളാണ് ജില്ലാതല വാർത്താ വായനാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടന്നത്. ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മെഴുകുതിരി തെളിയിച്ചു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. വാർത്താ വായനാ മത്സരത്തിന്റെ സമാപനം ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരായ ശാന്തകുമാർ വെള്ളാലത്ത്, ശശി ചേറമ്പറ്റ, ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ വ്യാജമാണെന്ന മാധ്യമങ്ങൾ നടത്തുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോപിച്ച് ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. കരിമ്പുഴ സെൻട്രലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ശ്രീകൃഷ്ണപുരം അമ്പാടി ജംഗ്ഷനിൽ സമാപിച്ചു. യൂണിറ്റ് സെക്രട്ടറി O നാരായണൻ, സദാനന്ദൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സ്വാഭിമാനം സ്വാശ്രയം എന്ന മുദ്രാവാക്യവുമായി ആഗസ്റ്റ് 15-ന് DYFI കല്ലടിക്കോട് വെച്ച് നടത്തുന്ന ഫ്രീഡം റാലിയുടെ പ്രചരണാർത്ഥം DYFI ബ്ലോക്ക് കമ്മിറ്റി മണ്ണാർക്കാട് കാൽനട പ്രചരണ ജാഥ നടത്തി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് M ജിനേഷാണ് ജാഥ നയിക്കുന്നത്. ഫ്രീഡം റാലിയുടെ പ്രചരണാർത്ഥം ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് DYFI മണ്ണാർക്കാട് പ്രചരണ ജാഥ നടത്തിയത്. ജാഥയുടെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി നിർവഹിച്ചു. കല്ലടി ഉണ്ണിക്കമ്മു, M മനോജ്, N രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രീഡം റാലിയുടെ ഉദ്ഘാടനം MP രാജേഷ് MP നിർവഹിക്കും. KV വിജയദാസ് MLA പരിപാടിയിൽ പങ്കെടുക്കും. പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകിയിരുന്നു. ക്കെതിരെ നടത്തിയിട്ടുള്ള തീപാറുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമാക്കപ്പെടുകയാണ്.
വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ മംഗലാകുന്ന് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷാർച്ചനയും കളഭാഭിഷേകവും പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ടും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. ക്ഷേത്രം ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇ കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വെള്ളിയാഴ്ച പുലർച്ചെ നടക്കുന്ന ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ലക്ഷാർച്ചന ചടങ്ങുകളും നടക്കും. വൈകിട്ട് കളഭാഭിഷേകവും ഉണ്ടാകും. ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ആനയൂട്ട് ചടങ്ങുകൾ നടക്കുക. തുടർന്ന് 9 മണിയോടെ പഞ്ചവാദ്യവും 10:30 ആനയൂട്ടും നടക്കും. ആനയൂട്ടിന് ശേഷം പ്രസാദൂട്ടും ഉണ്ടാകും. പരിയാനംപറ്റ ശ്രീ പരമേശ്വരൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചാണ് പ്രത്യക്ഷ ഗണപതി ഹോമം നടക്കുക. പ്രദേശത്തുകാരുടെ ക്ഷേമ ഐശ്വര്യത്തിനും രോഗമുക്തിക്കും വിഘ്ന നിവാരണത്തിനും വേണ്ടിയാണ് ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. മകരമാസത്തിൽ പ്രതിഷ്ഠാ ദിനം, പൊങ്കാല, ധ്വജപ്രതിഷ്ഠ എന്നിവയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ പരിയാനംപറ്റക്കാവിലെ കൊല്ലന്തോറും നടത്തിവരാറുള്ള ലക്ഷാർച്ചന ഈ വർഷവും 10, 11, 12 തീയതികളിൽ നടത്തുകയാണ്. നാളെയാണ് അതിൻ്റെ ആരംഭം. നാളെ രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ലക്ഷാർച്ചന, വൈകുന്നേരം കളഭാഭിഷേകം. മറ്റന്നാൾ ശനിയാഴ്ച അതുപോലെ തന്നെ ഗണപതി ഹോമവും തുടർന്ന് ലക്ഷാർച്ചനയും നടക്കും. ഞായറാഴ്ച രാവിലെ 4:30 മണിക്ക് പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടക്കുന്നതായിരിക്കും. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി.കെ. ഗംഗാധരൻ, ട്രസ്റ്റി ബോർഡ് അംഗം കെ. വാസുദേവൻ, വള്ളൂർ രാമകൃഷ്ണൻ, എം. ഹരിദാസ്, പ്രതിഭാ പ്രഭാകരൻ, സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. വെള്ളിനഴി തിരുനാരായണപുരം വനിതാ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും കൺസ്യൂമർ ഫണ്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടമ്പഴിപ്പുറത്ത് നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഷാഫി പറമ്പിൽ എം.എൽ.എ. നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വില കൊടുത്ത് സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവായ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരന് അതിന്റെ ഗുണം ലഭിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ അത് കൂടുതൽ സ്ഥലങ്ങളിൽ തുടങ്ങണമെന്നുള്ളതൊരു മിഷനായി ഏറ്റെടുത്തുകൊണ്ട് പാലക്കാട് ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിലെ മംഗള ടവറിലാണ് നന്മ സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഇന്ദിരാ ഗുപ്ത ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പി.എസ്. അബ്ദുൽ ഖാദർ, ബി.ടി. ദേവദാസ്, നാരായണൻ, പി. സുബ്രഹ്മണ്യൻ, ബലദേവ ഗുപ്തൻ, ടി. സുബ്രഹ്മണ്യൻ, ബേബി പാണുച്ചിറ, കെ. ചന്ദ്രശേഖരൻ, അക്ബർ കൊണ്ടായത്ത്, ഓമന രാമകൃഷ്ണൻ, കെ. ജെ. ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് ഭീമനാട് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയും ജൂനിയർ റെഡ് ക്രോസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും പരിസ്ഥിതി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സമാധാനത്തിന്റെ പ്രതീകമായി പ്രാവുകളെ പറത്തി തുടർന്ന് സമാധാന സന്ദേശ റാലിയും നടത്തി. പ്രധാനാധ്യാപകൻ പി. രാധാകൃഷ്ണൻ, എ. അബ്ദുൾ, ടി. ഗോവിന്ദൻകുട്ടി, വി. എം. സാറാമ, കെ. സി. മിനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. ദേശീയ സംസ്ഥാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ചെർപ്പളശ്ശേരി സർക്കാർ ആശുപത്രി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിനും തടസ്സം. ജീവനക്കാരുടെ ശമ്പള ബില്ലെഴുതുന്നത് പുറത്തുനിന്നും ആളെ വെച്ച്. പട്ടാമ്പിയിൽ ട്രാഫിക് സബ് കമ്മിറ്റി എടുത്ത പല തീരുമാനങ്ങളും നടപ്പായില്ല. ബസ് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചില്ല. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുമായില്ല. ഇനി സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടവും. പെരിന്തൽമണ്ണയിൽ പദ്ധതി ശില്പശാല നടന്നു. വിദ്യാർത്ഥികളെ ജൈവകൃഷിയുടെ പാഠങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ടി.എ. അഹമ്മദ് കബീർ എം.എൽ.എ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.